മറ്റൊരു കാര്യം, BJP നേതാക്കൾ ഈ മതപുരോഹിതന്മാരെ കാണാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇപ്പോൾ വിശദാംശങ്ങളുമായി ബിനോയ് ചേരുന്നു. ബിനോയ്, എന്തൊക്കെയാണ് പത്തനംതിട്ട ജില്ലയിലെ ഈദ് വിശേഷങ്ങൾ? ഭദ്ര, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലെ വിവിധ സ്ഥലങ്ങളിലാണ് ഇന്ന് പെരുന്നാൾ നമസ്കാരം നടന്നത്. കൊല്ലത്ത് ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിലും അതുപോലെ തന്നെ കൊല്ലം ബീച്ചിലും പത്തനംതിട്ട വലിയ പള്ളിയിലുമായി പെരുന്നാൾ നമസ്കാരത്തിന് നിരവധി പേരാണ് എത്തിയത്. ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ ഇവിടുത്തെ പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്തു. ഒപ്പം വിവിധ ഇമാമുമാർ ഇവർക്ക് പെരുന്നാൾ സന്ദേശവും നൽകി. മറ്റൊരു പ്രത്യേകതയുള്ളത്, മുൻ നിശ്ചയിച്ച പ്രകാരം ഈസ്റ്റർ ദിനത്തിൽ BJP നേതാക്കൾ ബിഷപ്പുമാരെ ഉൾപ്പെടെയുള്ളവരെ സന്ദർശിച്ചിരുന്നു. അത്തരത്തിൽ ഒരു സന്ദർശനം ഉണ്ടാകും എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. അതനുസരിച്ചാണെങ്കിൽ BJP നേതാക്കൾ പള്ളികളിലും അതുപോലെ തന്നെ ചില മുസ്ലിം പുരോഹിതന്മാരുടെ ഭവനങ്ങളിലുമൊക്കെ സന്ദർശനം നടത്താൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ അത് 10 മണിയോടുകൂടിയായിരിക്കും അത്തരത്തിൽ ഒരു സന്ദർശനം ഉണ്ടാവുക. എന്നാൽ മുൻനിര നേതാക്കൾ ആരും തന്നെ സന്ദർശനത്തിനുണ്ടാവില്ല. കാരണം ഇവം പരിപാടിയുടെ സംഘാടനവുമായി ബന്ധപ്പെട്ട് ഇവരെല്ലാം തന്നെ എറണാകുളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ഇവർ അതിൽ പങ്കെടുക്കത്തില്ല. പകരം ജില്ലാ നേതാക്കളായിരിക്കും ഇത്തരത്തിലുള്ള സന്ദർശന പരിപാടികളിൽ പങ്കെടുക്കുന്നത്. എന്നാൽ ഇങ്ങനെ ഒരു സന്ദർശനത്തിനോട് BJP അണികളിൽ ചെറിയൊരു വിഭാഗത്തിനും അതൃപ്തിയുണ്ട്. എന്നിരുന്നാൽ തന്നെയും BJP നേതാക്കൾ നേരത്തെ നിശ്ചയിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ മുസ്ലിം പുരോഹിതന്മാരെയും പള്ളികളിലുമൊക്കെ എത്തി സന്ദർശിച്ച് സന്ദേശം കൈമാറുന്നതിനെ കുറിച്ച് നേരത്തെ തീരുമാനിച്ചതായിരുന്നു. അത്തരത്തിലുള്ള സന്ദർശനത്തിലുള്ള സാധ്യതയും ഉണ്ട്. ഭദ്ര. ശരി ബിനോയ്, സംസ്ഥാനത്ത് ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. ഒരു മാസത്തെ വ്രതശുദ്ധിയിലൂടെ നേടിയെടുത്ത ആത്മസംസ്കരണത്തിന്റെ നിർവൃതിയുമായാണ് ഓരോ വിശ്വാസിയും ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരങ്ങൾ നടന്നു. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു വിവിധ ബ്യൂറോകളിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികൾ.